ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീതാസ് രുചി ആർട്ട്. ഇത് പാലട പായസമാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാലട പായസമാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് അട എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ സൈസിലുള്ള അടയാണ് പാലട പായസത്തിന് വേണ്ടത്. ഞാനിവിടെ 1 പാക്കറ്റ് അരിയടയാണ് എടുത്തിരിക്കുന്നത്. വെള്ളയരിയുടെ അടയാണ്. ഇത് 200 ഗ്രാം ഉണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവുന്നതിന് വേണ്ടി കുറച്ച് കൂടുതൽ വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്ന് വേണം അടയൊന്ന് വെന്ത് കിട്ടാൻ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുമ്പം പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് അടച്ച് മാറ്റി വെക്കണം. ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് ഈ അടയൊന്ന് വെന്ത് കുതിർന്ന് കിട്ടണം. അതിനുശേഷം ഈ ചൂടുവെള്ളം ഊറ്റിക്കളയണം. എന്നിട്ട് സാധാരണ വെള്ളത്തിൽ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് വെള്ളം വാലാൻ മാറ്റി വെക്കണം. ഇങ്ങനെ കഴുകിയെടുക്കുന്നത് ഈ അട വെന്ത് കഴിയുമ്പോൾ അതിനുള്ള ആ പശയൊന്ന് മാറിക്കിട്ടാനാണ്. അത് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ് കഴുകിയെടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാല് കാച്ചിയെടുക്കണം. ഞാനിവിടെ ഇതിനു വേണ്ടി 3 ലിറ്റർ പശുവിൻ പാലാണ് എടുത്തത്. നല്ല കട്ടിയുള്ള ഡബിൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ പാലൊന്ന് ചൂടാക്കാം. അതിനുശേഷം പാട കെട്ടാതെ ഇത് വറ്റിച്ചെടുക്കണം. ഏകദേശം പകുതിയോളം ഇതൊന്ന് വറ്റിച്ചെടുക്കണം. പാല് വെന്ത് വറ്റി കുറുകി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിൽ പഞ്ചസാരയും അടയൊക്കെ ചേർക്കുന്നത്. കുറച്ചൊരു ക്ഷമയോടെ വേണം ഇതൊന്ന് പാട ചൂടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം പാല് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. കഴിവതും പാട ചൂടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ. ഇപ്പം കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ അട വേവിച്ചത് വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചിട്ട് ഉണ്ടായിരുന്നു. അതാണ്ടിപ്പോൾ ഇത് വെന്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ ആ പശയെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പം പാല് പകുതിയോളം വറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ കളറ് തന്നെ ഒന്ന് മാറിയിട്ടുണ്ട്. കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം നമുക്കതിൽ 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ അതൊന്ന് ഉരുകി കഴിയുമ്പം ഈ പാല് ഒന്നും കൂടി ഒന്ന് കട്ടി കുറഞ്ഞു വരും. അപ്പം വീണ്ടും നമ്മളിതൊന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കണം. പഞ്ചസാരയുടെ അളവൊക്കെ മധുരത്തിൻ്റെ അനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 1.5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് ലൂസായി തുടങ്ങിയിട്ടുണ്ട്. ആ കട്ടി ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിതിങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പം പാല് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ അട ഇട്ട് കൊടുക്കാം. അടയെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്നും കൂടി ഒന്ന് കുറുകി വരണം. ഇനി നമുക്ക് ഈ അടയിലേക്കും കൂടെ ഉള്ള മധുരം ചേർത്ത് കൊടുക്കാം. പാലിന് ആവശ്യത്തിനുള്ള മധുരമുണ്ട്. അടയും കൂടെ ചേർത്ത് കഴിയുമ്പം ബാക്കി പഞ്ചസാരയും കൂടെ ചേർക്കണം. ഇനി 1/2 ഗ്ലാസ് പഞ്ചസാരയുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എങ്കിലും പാട ചൂടാതെ നമുക്ക് നോക്കണം. പാല് വെന്ത് വറ്റി കുറുകി വരുമ്പോൾ അതിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് ഇങ്ങനെ വെന്ത് വറ്റി കുറുകി വന്നു കഴിയുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. ആ ഒരു ടേസ്റ്റ് ഈ അടയ്ക്കും കൂടെ കിട്ടണം. അതുകൊണ്ട് ഇതൊന്നും കൂടി ഈ പാലിൽ കിടന്ന് ഒന്ന് തിളച്ച് അതൊന്നും കൂടി ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഡബിൾ ഫാറ്റ് മിൽക്ക് ആയതുകൊണ്ട് ഇതിൽ നല്ല നെയ്യുടെ അളവുണ്ട്. അതുകൊണ്ട് വീണ്ടും ഇതിൽ ഞാൻ നെയ്യൊന്നും ചേർക്കുന്നില്ല. പാലട പായസത്തിന് ഈ പാലിൻ്റെ ആ ഒരു ടേസ്റ്റാണ് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പോ കിസ്മിസോ ഒന്നോ ചേർക്കുന്നില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിന്. പ്രത്യേകിച്ച് ഒരു ഫ്ലേവറിൻ്റെ ആവശ്യമില്ല. ഈ പാലിൻ്റെ ആ ഒരു മണമാണ് ഇതിന് വേണ്ടത്. പാല് വെന്ത് വറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റാണ് പാലട പായസത്തിന് വേണ്ടത്. അതുകൊണ്ട് ഏലക്ക പൊടിച്ചതൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിൽ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിവിടെ എടുത്തിരുന്ന അട വെള്ള കളറിലെ അടയാണ്. അതുകൊണ്ടാണ് ഈ പായസത്തിനൊരു ലൈറ്റ് യെല്ലോ കളർ വന്നത്. നമ്മൾ എടുക്കുന്നത് നെല്ല് കുത്തിയ ഉണങ്ങലരിയുടെ അടയാണെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക് കളർ കിട്ടും. ഉണങ്ങലരിയുടെ അട വെച്ച് ഉണ്ടാക്കുന്ന പാലട പായസത്തിനാണ് കൂടുതൽ ടേസ്റ്റ്. എങ്കിലും ഇതിനും ടേസ്റ്റ് തന്നെയാണ്. ഇത് പാല് വറ്റി വെന്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് മഞ്ഞ കളറാണ് ഇതിനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ പാലട പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു.